CA കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഇട്ട സമയത്ത് കുറച്ച് ആൾക്കാർ പേഴ്സണലി കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അവർ ഒരു ആശങ്കയാണ് പറഞ്ഞത്, ഒരു കൺസേൺ. +2 കഴിഞ്ഞിട്ട് ഈ കോഴ്സിന് പോയിട്ട് കംപ്ലീറ്റ് ആവാത്ത കുറച്ച് ആൾക്കാരുടെ കാര്യം പറഞ്ഞു. അതേപോലെ ഇത് പാസ്സാവൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്കൺസെപ്ഷൻ ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പഠിക്കാനുള്ള സബ്ജക്റ്റ് എന്താണെന്നും അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഞാൻ തരാം. ബട്ട് ഞാൻ കോഴ്സിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ അതിൻ്റെ സ്ട്രക്ചർ പറഞ്ഞപ്പോൾ തന്നെ ചില ആൾക്കാർ അത് ഒരു നെഗറ്റീവായ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനൊന്ന് ചെറുതായിട്ട് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ്. തൊട്ട് മുമ്പുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷനായിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യും. അപ്പോൾ ഈ മിസ്കൺസെപ്ഷൻസ് നിങ്ങളൊന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ സയൻസ് സ്ട്രീമിൽ ഹയർ സ്റ്റഡീസ് ഉദ്ദേശിക്കുന്ന മെഡിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് പ്ലാൻഡ് ആയിരിക്കും. +1 ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു എൻട്രൻസ് കോച്ചിങ് എവിടെയെങ്കിലും ജോയിൻ ചെയ്യും. ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഹൈബ്രിഡായിട്ടും ഒക്കെ നമുക്ക് എന്തുണ്ട്, ഈ എൻട്രൻസ് കോച്ചിങ്ങിനുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന ട്രെയിനിങ്, അവർ വർക്കൗട്ട് ചെയ്യുന്ന രീതി, അവരുടെ പ്രിപ്പറേഷൻ, റിവിഷൻ ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. അങ്ങനെയുള്ള കുട്ടികൾ ഹൈലി +2 കഴിഞ്ഞിട്ടും പിന്നെയും അതിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ, പ്രിപ്പറേഷനൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഫോക്കസ്ഡാണ് അവർ, കമ്മിറ്റഡ് ആണ്, അതിനുവേണ്ടി അവർ നന്നായിട്ട് മെനക്കെടുന്നുണ്ട്. പക്ഷേ +2 ഒരു കൊമേഴ്സൊക്കെ പഠിച്ചിട്ട് CAക്കൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയും ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ്ങോ കോച്ചിങ്ങോ ഒന്നും അവർക്ക് +2 വരെ കിട്ടുന്നില്ല. അവരത്രയും ഫോക്കസ്ഡ് അല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ അത്രയും ഫോക്കസ് ഒന്നും ഇല്ലാത്തൊരു കുട്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു CAയുടെ പഠനത്തിൻ്റെ ഫസ്റ്റ് ലെവലിലേക്ക് വരുമ്പം അതിനകത്ത് കുറച്ച് തിരുത്തലുകൾ ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതെന്താണെന്നുള്ളത് മാത്രം പറഞ്ഞുതരാം. +2 വരെ നമ്മൾ കൊമേഴ്സ് സ്ട്രീമിലോ അല്ലെങ്കിൽ സയൻസ് സ്ട്രീമിലോ പഠിക്കുന്ന കുട്ടി പ്രത്യേകിച്ച് ഫോക്കസ്ഡ് അല്ല, ഒരു പെർട്ടിക്കുലർ സ്ട്രീമിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ലെങ്കിൽ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷമാണ് പൊതുവേ എങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ +2 വരെ നമ്മൾക്ക് അത്രയും ചലഞ്ചിങ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരികയോ, +2ൻ്റെ ഒക്കെ ഒരു ഇപ്പോഴത്തെ നിലവിലുള്ള കാര്യങ്ങൾ വെച്ച് പറയുകയാണ്, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. പ്രത്യേകിച്ച് കേരള സിലബസ് ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ എക്സാമിന് പാസ് പെർസെൻറ്റേജിനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര പെർസെൻറ്റേജ് ആൾക്കാരാണ് +2 ഒക്കെ പാസ്സാവുന്നത്. അപ്പോൾ അതിൻ്റെ മാർക്കിങ്ങിലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു കുട്ടി നല്ല കുറേ A+ കിട്ടിയിട്ടാണ് ഇത് വന്നെങ്കിൽ പോലും ഇതിൻ്റെ എക്സാമിൻ്റെ സ്ട്രക്ചറിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ചലഞ്ചസ് ആണ്. ഇത് ബുദ്ധിമുട്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഈ ചലഞ്ചസ് ഓവർകം ചെയ്തേ പറ്റൂ. ഒന്നാമത്തെ കാര്യം, ഈ എക്സാം പാസ്സാവണമെന്നുണ്ടെങ്കിൽ, CAയുടെ ഫൗണ്ടേഷൻ എക്സാമൊക്കെ പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റീഡിങ് ഹാബിറ്റ് നന്നായിട്ട് കൂടണം. നമ്മൾ +2 വരെയൊക്കെ പഠിക്കുന്ന പല കുട്ടികളും ചെയ്യുന്നത് വെച്ചാൽ മെമ്മറൈസേഷനാണ്. കാര്യങ്ങൾ കാണാപ്പാഠം പഠിക്കുന്ന ഒരു പ്രവണതയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എല്ലാ ആൾക്കാരും അങ്ങനെയാണെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. നല്ല രീതിയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടാവും, പക്ഷെ അത് മൈനോറിറ്റിയാണ്. മെജോറിറ്റി കുട്ടികളും എങ്ങനെയെങ്കിലും ബൈഹാർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പഠിക്കുക. CAയുടെ ഈ ഒരു ഫൗണ്ടേഷന് 4 പേപ്പറാണുള്ളതെങ്കിൽ ഈ 4 പേപ്പറിനും പഠിക്കാനുള്ള ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് വായിച്ചിരിക്കണം എന്നുള്ളത് അവരുടെ ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാം. അതായത് നമുക്ക് പഠിക്കാൻ തരുന്ന ബുക്ക് എന്തായാലും നിർബന്ധമായിട്ടും വായിച്ചേ പറ്റൂ. അത് ഒരു തവണ വായിച്ചാൽ മതിയോ? പോരാ, 4 or 5 തവണയെങ്കിലും മിനിമം വായിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് 10 or 15 തവണയായാൽ അത്രയും നല്ലത്. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്ത് തരാനൊന്നും പ്രാക്ടിക്കലി ഫാക്കൾട്ടീസിന് പോസിബിൾ അല്ല. ഇനി അങ്ങനെ ആരെങ്കിലും തന്നാൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ സെൽഫ് കോമ്പറ്റീറ്റീവ് ആയിരിക്കണം. നമ്മൾ ആ എക്സാമിന് പോകുമ്പോൾ ഫാക്കൾട്ടീസ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഇന്നത് ഭാഗം മാത്രം പഠിച്ചാൽ മതി, ഇന്നത് മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് പോയാൽ ചിലപ്പോൾ പരീക്ഷ എന്ത് ചെയ്യില്ല, ജയിക്കില്ല. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടിക്ക് കൃത്യമായ ബോധ്യം വേണം. പഠിക്കാനുള്ള സിലബസ് ഇതാണ്, പഠിക്കാനുള്ള ടോപ്പിക് ഇതാണ്, ഇത്രയാണ് ഡെപ്ത്, ഇത്രയാണ് വിഡ്ത്ത്, പിന്നെ എക്സാം പാസ്സാവാൻ എത്ര മാർക്ക്, ഇന്ന സബ്ജക്റ്റിൽ ഇത്ര മാർക്ക് കിട്ടണം. അപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മാർക്ക് സ്കോറിങ് ഏരിയ കൃത്യമായിട്ട് എത്രയാണെന്നൊക്കെ കണ്ടുപിടിച്ച് കുട്ടിയുടെ ഒരു സെൽഫ് അനാലിസിസോട് കൂടി കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈ എക്സാം പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് ഇൻറ്റേർണൽ മാർക്ക്, അസൈൻമെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി ഇത് പാസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ
അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് അതിന് അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ മാർക്ക് തരുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു CA പഠനം ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ ഈ +2 കഴിഞ്ഞിട്ട് വരുന്ന ഒരു കുട്ടികളെ സംബന്ധിച്ച് കോമ്പറ്റേറ്റീവ് പാർട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 പേപ്പർ MCQ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്, അതിനകത്ത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 മണിക്കൂർ എക്സാം ആളിൽ നമ്മൾ എന്താണോ പെർഫോം ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ കേപ്പബിലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ടാണ്. കണ്ണും പൂട്ടി പോയിട്ട് 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 10 ശരിയുത്തരം എഴുതി 8 എണ്ണം അടുത്ത 8 എണ്ണം തെറ്റാണെങ്കിൽ കിട്ടിയ മാർക്ക് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഷാർപ്നെസ് കൂട്ടേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടി ഇൻറ്റൻസീവായിട്ട് നമ്മൾ കുറച്ചും കൂടി ഫോക്കസ്ഡായിട്ട് ട്രെയിൻ ചെയ്ത് പോയാൽ മാത്രമേ നടക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ കുട്ടികൾ ഈ സാധാരണ നമ്മൾ ഒരു കാര്യം ചെയ്ത് നമ്മൾ ഹാബിച്വലായിട്ട് മാറും. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടരാനാണ് എല്ലാ ആൾക്കാർക്കുമുള്ള താല്പര്യം. അതിനകത്ത് ആ ഒരു കംഫർട്ടിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ പല ആൾക്കാർക്കും താല്പര്യമില്ല. കാരണം അതൊരു ചലഞ്ചാണ്. അങ്ങനെയുള്ള ചലഞ്ചുകൾ ഓവർകം ചെയ്തേ പറ്റൂ. അപ്പോൾ എക്സാമിന് അടുപ്പിച്ചിട്ട് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാം ലാസ്റ്റ് മൊമെൻറ്റിൽ. അതിന് പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട്, റോക്കറ്റിൻ്റെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. മൂട്ടിന് തീ പിടിച്ചാൽ മാത്രമേ പറക്കുള്ളൂ. ഈ എക്സാമിൻ്റെ ഒരു 2 ആഴ്ച മുമ്പൊക്കെ ആകുമ്പോൾ എല്ലാം കൂടി അങ്ങ് പഠിച്ചേക്കാം എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ എക്സാം പാസ്സാവൽ ബുദ്ധിമുട്ടാണ്. CID മൂസയിൽ ബിന്ദു പണിക്കർ പറഞ്ഞ പോലെ ഒരു തീപിടുത്തം ഉണ്ടായി എന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രിഡ്ജ്, എൻ്റെ TV, എൻ്റെ മിക്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സബ്ജക്റ്റുകളൊന്നും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയാണെങ്കിൽ അതിന് കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അത് ഡെയിലി പഠിക്കേണ്ടതാണ്, ഡെയിലി റിവൈസ് ചെയ്യേണ്ടതാണ്. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നല്ല റിവിഷൻ നടത്തിയേ പറ്റുള്ളൂ. നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം, എഴുതി തന്നെ പഠിക്കണം, നല്ല വായനാശീലം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ വേണം ഈ കോഴ്സിന് അപ്രോച്ച് ചെയ്യാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കോഴ്സ് എന്താണ്? ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇപ്പുറത്തെ ഭാഗത്തുള്ള CAയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാനുള്ള ചിലവ് വളരെ കുറവാണ്. +2 വരെ നിങ്ങളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഒരു വിഷയമല്ല. നിങ്ങൾ ഇതിന് ജോയിൻ ചെയ്ത മുതൽ നല്ല രീതിയിൽ ഫോക്കസ്ഡായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാൽ മതി. നിങ്ങളുടെ ബ്രില്യൻസ്, നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മുടെ മാർക്കിനനുസരിച്ചാണ് ഒരാൾ ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാം. എൻ്റെ PDC അല്ലെങ്കിൽ +2ൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 44% ആണ്. എനിക്ക് CAയുടെ പോലെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സാണ് CMA, കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി. ഞാൻ കമ്പനി സെക്രട്ടറി ക്വാളിഫൈഡ് ആണ്. ഇപ്പം CA ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്കിതൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല മാർക്കോട് കൂടി +2 ഒക്കെ പാസ്സാകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് പാസ്സാവൽ വലിയ ടാസ്ക് ഒന്നുമല്ല. നമ്മുടെ മൈൻഡ് സെറ്റാണ് പ്രശ്നം. അപ്പോൾ മൈൻഡ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടിക്ക് നല്ല വായനാശീലം ഉണ്ടായിരിക്കണം, അത്യാവശ്യം കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടായിരിക്കണം, പിന്നെ അഡ്വാൻസ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അർജ് ഉണ്ടായിരിക്കണം. അല്ലാതെ എക്സാമിന് അടുപ്പിക്കുമ്പം നമ്മളങ്ങ് തലകുത്തി മറിഞ്ഞേക്കാന്നുള്ള ചിന്ത അങ്ങ് മാറ്റിയിട്ട് കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ലേണിംഗ് സ്കില്ല് കൂടും, ലേണിംഗ് സ്പീഡ് കൂടും, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള മൈൻഡ് സെറ്റ് മാറും, കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത് കുറച്ചും കൂടി പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിരിക്കും. ഇങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ കാണാപ്പാടം പഠിച്ച് പരീക്ഷയൊക്കെ പാസ്സാവാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഇതെന്ത് തന്നെയാണ്? ബുദ്ധിമുട്ട് തന്നെയാണ്. ദെൻ നിങ്ങളിത് ഒരു സയൻസിൻ്റെ എൻട്രൻസ് എന്നുള്ള രീതിയിലൊക്കെ കണ്ടിട്ട് അതിനൊന്ന് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പാസ്സാവാനുള്ള സ്പീഡ് വളരെയധികം കൂടുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ CA എക്സാം ടഫാണെന്ന് വെച്ചാൽ ടഫാണ്. എളുപ്പത്തിൽ ചുളിവിൽ എങ്ങനെയെങ്കിലും പാസ്സാവണമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാണ്. വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഡേ 1 മുതൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CA കോഴ്സ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇതിന് എന്തെങ്കിലും നിങ്ങൾക്ക് കൗണ്ടർ ആർഗ്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതിനുള്ള ക്ലാരിഫിക്കേഷൻ ഞാൻ വീഡിയോയിൽ തരും. തൊട്ടടുത്ത വീഡിയോയിൽ CAയുടെ സബ്ജക്റ്റും അതിൻ്റെ ഡെപ്തും വിടുത്തും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തുടർന്നും കാണുക, പേജ് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.